ഞങ്ങളുടെ ജോർജ് ടൗണിൽ നിന്ന് ഈ ജോഹന്നാസ്ബർഗിലേക്ക് അവിടെ വിമാനയാത്രയിൽ വിമാനം അവിടെ ചെന്നിറങ്ങി. ഇറങ്ങി കഴിഞ്ഞപ്പോൾ എനിക്കൊരു വലിയൊരു ബുദ്ധിമുട്ട് നേരിട്ടു. എൻ്റെ ആ ബുദ്ധിമുട്ട് കൂടെ ഒന്ന് പറയണത് ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം എൻ്റെ ഈ മരുന്നുകൾ, അതായത് എനിക്ക് BP-ക്കൊക്കെ മരുന്ന് കഴിക്കണം, ഒരുപാട് മരുന്ന് കഴിക്കാനുണ്ട്. ഈ മരുന്നുകളെല്ലാം എടുത്തു വെച്ചിരുന്നത് യഥാർത്ഥത്തിൽ ഈ എൻ്റെ ലഗേജിലാണ്. അങ്ങനെ ചെയ്തൊരിക്കലും നമ്മൾ ഹാൻഡ് ബാഗേജിൽ എപ്പോഴും കൊണ്ടു നടക്കണം. നമ്മുടെ മരുന്ന്, അവശ്യ മരുന്നെന്ന് പറയുന്നത് ഹാൻഡ് ബാഗേജിലായിരിക്കണം. ഇത് ഈ മരുന്ന് പെട്ടിയിൽ വെച്ചു. ഞങ്ങളൊക്കെ പോയി. ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ട് എല്ലാ ലഗേജും വന്നു പോയി. ഞങ്ങളുടെ ബാഗ് വന്നിട്ടില്ല. രണ്ടോ മൂന്നോ പെട്ടിയുണ്ട്, വന്നിട്ടില്ല. അവസാനം ഇത് അവിടെ ചെന്ന് കംപ്ലൈൻറ്റ് ചെയ്തു. ആ എയർലൈനിൽ അവരുടെ ഓഫീസ് അവിടെ തന്നെ ഉണ്ട്, കൗണ്ടർ. ഉടനെ അവർ ഇത് പെട്ടിയുടെ ഇതൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞു അത് ചിലപ്പോൾ ഇത് അവിടുന്ന് ലിഫ്റ്റ് ചെയ്ത് കാണത്തില്ല, അപ്പം നാളെ വരും എന്ന് പറഞ്ഞു. അതായത് പെട്ടി കയറി കാണത്തില്ല. വിഷമിച്ചു. എന്ത് ചെയ്യാനൊക്കെ മരുന്ന് കഴിക്കാനില്ല. അവിടെ സൗത്ത് ആഫ്രിക്കയിൽ എനിക്ക് കഴിക്കാനുള്ള മരുന്ന് കിട്ടും ഇല്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ചിരുന്നു. അപ്പോൾ തിരിച്ച് ഞങ്ങൾ അവിടെ പോയി എടുക്കുന്നതിനെ കുറിച്ച് ഒരാലോചിച്ചു. അങ്ങനെ ആലോചിച്ച് ചുമ്മാതെ ഇങ്ങനെ ഞങ്ങൾ വളരെ വിഷണരായിട്ട് ഇനി എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിങ്ങനെ നിൽക്കുമ്പോൾ ഈ ഞങ്ങൾ വന്ന ഫ്ലൈറ്റിൻ്റെ അല്ലാതെ വേറെ ഒരു കൺവെയർ ബെൽറ്റ് ഒരു 5-8 ഉണ്ട്. അതിനകത്ത് അങ്ങേ അറ്റത്ത് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ പെട്ടി പോലെ ഒരു പെട്ടി പോകും അതിനകത്ത്. അത് ഞങ്ങൾ വന്ന ഫ്ലൈറ്റിൻ്റെ അല്ല. അവസാനം ചെന്നപ്പോൾ എന്താ, ഞങ്ങളുടെ പെട്ടികളാണ് അതിനകത്ത്. ഭാഗ്യത്തിന് പെട്ടികൾ കിട്ടിയിട്ട് സംഭവം എന്തോ തരിക. അത് അല്ല, ഇത് ഈ ഫ്ലൈറ്റ് വന്നില്ല, പക്ഷേ വേറെ ഫ്ലൈറ്റിനകത്ത് അവർ കയറ്റി വിട്ടു. അപ്പോഴത്തേക്ക് ആ ഫ്ലൈറ്റ് വന്നു, അതിൽ ഇത് വന്നതാണ്. ഞങ്ങൾ ഏതാണ്ട് 1 മണിക്കൂർ അവിടെ ചെലവഴിച്ചത് കൊണ്ട് മാത്രമാണ് ഈ പെട്ടി തിരിച്ചു കിട്ടിയത്. ഇല്ലെങ്കിൽ ബത്തപ്പാടായിപ്പോയനെ, വളരെ വിഷമിച്ചാലേ. അതുകൊണ്ട് ഈ അവശ്യ മരുന്നുകൾ ഒരിക്കലും നമുക്ക് ആവശ്യമായിട്ട് ഉപയോഗിക്കേണ്ട മരുന്നുകൾ ഒരു കാരണവശാലും നമ്മുടെ ലഗേജുകൾ കീപ്പ് ചെയ്യരുത്. ഹാൻഡ് ബാഗേജിൽ തന്നെ കിട്ടണം. കാരണം ലഗേജ് വരും എന്നൊരു ഉറപ്പും നമുക്കില്ല ഒരിക്കലും. അത് കിട്ടിയില്ലെങ്കിൽ അതിന് പരാതി കൊടുക്കാന്നുള്ളത്. അതവർ വീട്ടിലേക്ക് കൊണ്ടുതരും ചിലപ്പോൾ. പക്ഷേ അത് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നമുക്ക് സമയത്ത് ആവശ്യമുള്ള മരുന്ന് കിട്ടത്തില്ല. പിന്നെ ഇത് ഞങ്ങൾ ഈ ജോഹന്നാസ്ബർഗിൽ നിന്ന് അവസാനം ജോഹന്നാസ്ബർഗിൽ ഞാൻ പറഞ്ഞില്ലേ, അവിടെ വാതുവെപ്പിൻ്റെ സ്ഥലമാണ്. അവിടെ മുഴുവൻ ഗാംബ്ലിങ് ഇങ്ങനെ നടക്കുകയാണ്. ആ ഗാംബ്ലിങ് സ്ത്രീകളാണ് കൂടുതലും ആ ഗാംബ്ലിങ്ങിൻ്റെ ഹാളിൽ ഉള്ളത്. അവരെ അവിടെ ചുരുട്ട് പോയിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ഗാംബ്ലിങ് നടത്തുകൊണ്ട് വളരെ ഏതാണ്ട് വലിയ അത്യാവശ്യമുള്ള ജോലി ചെയ്യുന്നവരെയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് മെഷീനറി പലതുണ്ട്. ഇങ്ങനെ നമ്പരൊക്കെ അടിച്ചു വരുന്ന മെഷീനറി ഉണ്ട്. വളരെ വലിയ ഗാംബ്ലിങ്ങാണ് നടക്കുന്നത്. അതൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപയാണ്, അവിടെ ഡോളേഴ്സാണ് ഈ ഗാംബ്ലിങ്ങിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഇത് നോക്കുമ്പോൾ അവർക്ക് അവരുടെ മേശപ്പുറത്ത് അവരിയ്ക്കുന്നിടത്ത് അവർക്ക് മദ്യമുണ്ട് യഥേഷ്ടം. അതേപോലെ തന്നെ സമയാസമയങ്ങളിൽ ഫുഡ്, ആഹാരം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നോൺ വെജ് ആയിട്ടാണ് കൂടുതലും ഉള്ളത്. അത് അവർ ഇങ്ങനെ ഇത് കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് കണ്ടു. ഒരു നല്ല അനുഭവമായിരുന്നു സൗത്ത് ആഫ്രിക്കയിൽ. അതുപോലുള്ള ഒരു നല്ല രാജ്യം സന്ദർശിക്കാൻ ഇടയായതിൽ വളരെ സന്തോഷമുണ്ടായി. ഞങ്ങൾ സൗത്ത് ആഫ്രിക്കൻ സന്ദർശനം മതിയാക്കിയിട്ട് ജോഹന്നാസ്ബർഗിൽ നിന്നാണ് നേരെ ദുബായിലേക്ക് എമിറേറ്റ്സിൽ തിരിച്ചത്.